അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ റമളാനിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച മഗ്ഫിറത്തിന്റെ പത്തിലാണ് നമ്മളുള്ളത്. എന്താണ് മഗ്ഫിറത്ത്? പാപമോചനം. നാം ഓരോരുത്തരും വളരെ ഗൗരവത്തോടെ ചിന്തിക്കണം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിൽ ജീവിക്കേണ്ടത് തീർത്തും കുറ്റവിമുക്തനായി, തെറ്റുകളൊന്നും ചെയ്യാതെ നന്മയിലധിഷ്ഠിതമായ ജീവിതം നയിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ധർമ്മമാണ്. അവിടെ അറിവില്ലായ്മ കൊണ്ട്, ബുദ്ധിമോശം കൊണ്ട്, സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ പൊറുപ്പിക്കുന്നതിന് ഏറ്റവും നല്ല അവസരമാണ് പരിശുദ്ധ റമളാനിലുള്ള മഗ്ഫിറത്തിന്റെ പത്ത്. എല്ലാ സമയവും അല്ലാഹു തആല പുറത്തു തരുകയൊക്കെ ചെയ്യും. എങ്കിലും ഈ 10 ദിവസം മഗ്ഫിറത്തിന് വേണ്ടി മാത്രമുള്ളതാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, മുഅ്മിനായ മനുഷ്യർ അവർക്ക് രക്ഷപ്പെടാൻ, അവരെ രക്ഷപ്പെടുത്താനുള്ള വലിയൊരു മാർഗവും കൂടിയാണ് മഗ്ഫിറത്ത് എന്ന് പറയുന്നത്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം മഗ്ഫിറത്ത് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. എത്രത്തോളം എന്നറിയോ? ഒരു യാത്രക്കാരൻ, ആ യാത്രക്കാരൻ മരുഭൂമിയിലൂടെ, ആരോരും ഇല്ലാത്ത ഒറ്റപ്പെട്ട യാത്ര നടത്തുന്ന ഒരു മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാരൻ ഒരുപാട് നടന്ന് ക്ഷീണിച്ചപ്പോൾ ഒരൽപ്പം ക്ഷീണം മാറ്റുന്നതിന് വേണ്ടി വിശ്രമിക്കാൻ ഒരുങ്ങാൻ. അങ്ങനെ വിശ്രമിക്കാൻ ഒരുങ്ങുമ്പോൾ തൻ്റെ എല്ലാം ഭക്ഷണ സാധന സാമഗ്രികളും മറ്റും ഒക്കെ ഉള്ള തൻ്റെ മൃഗം, തൻ്റെ ഒട്ടകം, ആ ഒട്ടകം തൻ്റെ അരികിൽ നിന്ന് ആ വിശ്രമിക്കുന്ന സമയത്ത് നഷ്ടപ്പെടുക. ഈ മനുഷ്യൻ ഞെട്ടി എഴുന്നേൽക്കുമ്പോൾ തനിക്കിനി മുന്നോട്ടുള്ള ജീവിതം, മുന്നോട്ടുള്ള യാത്ര വളരെയധികം ദുർഘടമാകുന്ന ഒരവസ്ഥ. ചിന്തിച്ചു നോക്കി. ആ സമയത്ത് അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും? ഇനി ജീവിതം തന്നെ ഇല്ല എന്ന് ഉറപ്പിക്കുന്ന ഒരവസ്ഥയാണ്. കാരണം ഒരറക്ക് വെള്ളം കിട്ടാൻ അവിടെ വഴിയില്ല. കാരണം മരുഭൂമിയാണ്. ഒരു പിടി ഭക്ഷണം കിട്ടാൻ യാതൊരുവിധ ചാൻസും ഇല്ല. കാരണം ആരോരും ഇല്ലാത്ത മരുഭൂമിയിലാണ്. അങ്ങനെ പ്രയാസത്തോടെ, പ്രതിസന്ധിയിൽ, വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അതാ അദ്ദേഹത്തിന്റെ നഷ്ടപ്പെട്ടു പോയ ഒട്ടകം അത് വീണ്ടും തിരിച്ചു കിട്ടുക. എത്ര സന്തോഷം ഉണ്ടാവും! ഇനി ജീവിതം ഇല്ല, ഇനി ജീവിക്കാൻ ഇനി അവസരമില്ല എന്ന് മനസ്സിലാക്കി ആ മനുഷ്യന് അപ്രതീക്ഷിതമായി അദ്ദേഹത്തിന്റെ ഒട്ടകം ഭക്ഷണ സാധന സാമഗ്രികൾ നിറച്ചിട്ടുള്ള, വെള്ളം നിറച്ചിട്ടുള്ള, എല്ലാ സൗകര്യങ്ങളും അടക്കിയ അദ്ദേഹത്തിന്റെ വാഹനം അയാൾക്ക് തിരിച്ചു കിട്ടുമ്പോൾ അയാൾ എത്ര സന്തോഷിക്കും! അത്രത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമ യജമാനനായ റബ്ബിനോട് പൊറുക്കലിനെ തേടുമ്പോൾ എന്ത് ചെയ്യാണ്? അല്ലാഹു തആല സന്തോഷിക്കുക. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ഒരു അവസരം നമ്മൾ നഷ്ടപ്പെടരുത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് ഒരു മനുഷ്യൻ വന്നിട്ട് പറയാണ്, യാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാനിങ്ങനെ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തൂബു ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക. വീണ്ടും അദ്ദേഹം പറയാണ്, എന്നിട്ടും ഞാൻ തെറ്റിലേക്ക് വരുന്നു നബിയേ. വീണ്ടും തൗബ ചെയ്യുക. ആവർത്തിച്ച് പറയാണ്. 1, 2, 3, 4 തവണ പറഞ്ഞു. നബിയോട് പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ തൗബ ചെയ്യുന്നു, പക്ഷേ ഞാൻ വീണ്ടും തെറ്റിലേക്ക് വരികയാണ്. ഞാൻ എത്ര വരെയാണ് തൗബ ചെയ്യേണ്ടത്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, തൗബ ചെയ്ത് ഇബ്ലീസിനെ പരാജയപ്പെടുത്തുന്നത് വരെ തൗബ ചെയ്യുക. പ്രിയപ്പെട്ടവരെ, ചില സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ചില അവസ്ഥകളാണ് നമ്മളെ തെറ്റിലേക്ക് കൊണ്ടുപോകുന്നത്. സൂക്ഷിക്കുക. നമുക്ക് നമ്മുടെ ദുനിയവിയായ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് ഹയാത്തു ദുനിയ ലിനജാത്തിൽ ആഖിറ, പരലോക മോക്ഷമാണ്, പരലോക വിജയമാണ്. ആ പരലോക വിജയത്തിന് നിദാനമായ രീതിയിലാവണം ദുനിയവിയായ നമ്മുടെ ജീവിതം. പൂർണ്ണമായും തെറ്റിൽ നിന്ന് മാറി നിന്നുകൊണ്ട് നന്മയുള്ള ജീവിതം നയിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഈ മഗ്ഫിറത്തിന്റെ 10 പരമാവധി അള്ളാഹുവിന്റെ അരികിൽ പൊറുക്കലിനെ തേടിക്കൊണ്ട് നന്മയുള്ളവരാവാൻ നാം ഓരോരുത്തരും തയ്യാറാവുക.
അള്ളാഹു നമ്മെ കബൂൽ ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.